السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الطاهر وعلى آله وصحبه وسلم. പൈതൃകം മീഡിയ ശ്രോതാക്കളെ, സഹോദര സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പ്രതിഫലം ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാൾവഴികളിലൂടെയുള്ള പ്രഭാഷണ പരമ്പരയുടെ 21-ാം ദിവസമാണ് ഇന്ന്. നമ്മൾ ഇതുവരെയും പറഞ്ഞത് സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകളോട് ഇനി ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് നിങ്ങൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ സംഘടനയുടെ നാളുവഴികൾ അറിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് ഏറെ ഉപകരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം പൂർണ്ണമായും പറയുക എന്നത് അസാധ്യമാണ്. കാരണം അതിന് വർഷങ്ങളോളം വേണ്ടിവരും. 100-ാം വാർഷികം നടത്തുന്ന ഈ മഹനീയ സമയത്ത് നമുക്കറിയാവുന്നതായ ഏതാനും കാര്യങ്ങൾ ചർച്ച ചെയ്യുക മാത്രമേ സാധിക്കുകയുള്ളൂ. നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ നടത്തിയ അതിൻ്റെ ഐതിഹാസിക സമ്മേളനങ്ങളാണ്. ഇന്ന് നാം കേരളത്തിൽ കാണുന്ന ഈ ഈമാനികമായ ഇസ്ലാമികമായ ആവേശവും ഐക്യവും കെട്ടുറപ്പുമെല്ലാം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴി ഉണ്ടായതാണ്. അതിന് സമ്മേളനങ്ങൾ ഉപകരിച്ചിട്ടുണ്ട്. ഓരോ സമ്മേളനങ്ങളിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന, അവരെ ദീനിയായി അച്ചടക്കമുള്ളവരാക്കാൻ വേണ്ടി സമസ്തയുടെ ആഹ്വാനങ്ങളും തീരുമാനങ്ങളും പ്രമേയങ്ങളും കാരണമായിട്ടുണ്ട്. 5 സമ്മേളനങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു. 5 സമ്മേളന ചരിത്രങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇനി നമുക്കിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 1933 മാർച്ച് 5-ന് ഫറൂഖിൽ നടന്ന 6-ാം വാർഷിക സമ്മേളനമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങളെല്ലാം ചരിത്ര പ്രസിദ്ധമാണ്. എന്നാൽ 1933 മാർച്ച് 5-ന് ഫറൂഖിൽ നടന്ന സമ്മേളനം എക്കാലത്തും ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിൽ ചരിത്ര പ്രസിദ്ധമായി. വളരെ ഐക്യത്തോടുകൂടെ സാമുദായികമായി മതപരമായി ഒരു ചരടിൽ കോർത്ത മുത്തുമണികളെപ്പോലെ പോന്നിരുന്ന മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കിയത് വഹാബികളാണ്. അതിനവർ വിവിധ സംഘടനകൾ ഉണ്ടാക്കി. എല്ലാം അവരുടെ തന്നെ, അവർക്ക് ക്ലിക്കാകാത്തത് കൊണ്ട് സംഘടനയുടെ പേരുകൾ ഇങ്ങനെ മാറ്റി അങ്ങനെ പോരുകയാണ്. അതിൻ്റെ ഭാഗമായി നമുക്കറിയാം, അവർ മജ്‌ലിസുൽ ഉലമ ഉണ്ടാക്കി, നിഷ്പക്ഷ സംഘം ഉണ്ടാക്കി, ഐക്യസംഘം ഉണ്ടാക്കി, മുസ്ലിം മജ്‌ലിസ് ഉണ്ടാക്കി, ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി, കേരള ജമിയത്തുൽ ഉലമ. അതിൽ പണ്ഡിതന്മാരൊന്നുമില്ല, എല്ലാം ഒരാൾ തന്നെ, ആ ഉള്ള വിരലിൽ എണ്ണാവുന്ന ആളുകൾ, അല്ലാതെ പുതിയ പണ്ഡിതന്മാരൊന്നും അതിലില്ല. സംഘടന ഏകദേശം 6 ഡസനോളം സംഘടനകളായി കുറഞ്ഞ കൊല്ലങ്ങളെ കൊണ്ട്. ഒരേ ഭാരവാഹികൾ, ആലിമീങ്ങളെ സംഘടന എന്നുള്ള ബാനറും ഉമറാക്കളെ സംഘടന എന്നുള്ള ബാനറും, എല്ലാത്തിലും ഒരേ ആളുകൾ തന്നെ. ഇപ്പം ഇവിടെ ഏറ്റവും സമസ്തയുടെ സമ്മേളനം ചരിത്ര പ്രസിദ്ധമാകാനുണ്ടായ കാരണം കേരള ജമിയത്തുൽ ഉലമ എന്ന അന്നത്തെ കടലാസ് സംഘടന, ആ കടലാസ് സംഘടന 6-ാം വാർഷിക സമ്മേളന പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന, പ്രത്യേകിച്ച് 6-ാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഹമ്മദ് കോയ ഷാരിയാത്തി അവർകളായി അദ്ദേഹത്തിനെതിരെ കോഴിക്കോട്ടെ KK പോക്കർ എന്ന വക്കീൽ കൊടുത്ത ഒരു നോട്ടീസാണ്. ആ നോട്ടീസ് നമുക്ക് ഒന്ന് വായിക്കാം. അഹമ്മദ് കോയ ഷാരിയാത്തിക്കാണ് നോട്ടീസ് കൊടുത്തത്. KK പോക്കറാണ് വക്കീലിൻ്റെ പേര്. അതിൽ പറഞ്ഞ ഉള്ളടക്കം ഇങ്ങനെയാണ്:
കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എൻ മമ്മു മൗലവി, അത് വഹാബികളുടെ ജംഇയ്യത്തുൽ ഉലമയാണ്, അതിൻ്റെ പ്രസിഡന്റ് എൻ മമ്മു മൗലവിയാണ്. മമ്മു മൗലവി താഴെ പറയുന്ന നോട്ടീസ് താങ്കൾക്ക് അയക്കാൻ എന്നോട് നിർദ്ദേശിച്ചിരിക്കുന്നു. മേൽപ്പറഞ്ഞ കേരള ജംഇയ്യത്തുൽ ഉലമ 1860 സൊസൈറ്റി ആക്ട് നിയമപ്രകാരം 21-ാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടതും പ്രസ്തുത സംഘത്തിൻ്റെ ഭാരവാഹികളുടെയും മെമ്പർമാരുടെയും സമ്മതവും അനുവാദവും കൂടാതെ ഈ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ യോഗമോ സമ്മേളനമോ കൂടാൻ പാടില്ലാത്തതുമാണ്. ഒരു രജിസ്റ്റർ ചെയ്ത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുവാദമോ സമ്മതമോ കൂടാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ മാർച്ച് 5-ാം തീയതി ഫറോക്കിൽ ഒരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നതായി എന്നോട് പറയപ്പെട്ടിട്ടുണ്ട്. ഈ വക്കീലിൻ്റെ ഒരു വിവരക്കുറവൊക്കെയാണ് നിങ്ങൾ. അതായത് ഈ വക്കീൽ ഇപ്പം പറയണത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 933 മാർച്ച് 5-ാം തീയതി ഫറൂഖിൽ ഒരു യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നതായി എന്നോട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എൻ മമ്മു മൗലവി പറഞ്ഞിട്ടുണ്ട്. പോക്കർ വക്കീൽ ഇപ്പം അവിടെ ഇല്ലല്ലോ, അയാത്തിലില്ലല്ലോ, ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കായിരുന്നു. പോക്കർ വക്കീലേ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം നടത്തുന്നതിന് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എന്താ? ഒരു വക്കീലൊക്കെ ആകുമ്പോൾ ഒരു സാധാരണഗതിയിലൊരു ചെറിയ പേര് വായിച്ച് തിരിച്ചറിയാനുള്ള അറിവെങ്കിലും ഉണ്ടാവില്ലേ? എന്താ ഈ വക്കീൽ പറയുന്നത്? കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന വഹാബി സംഘടനയുടെ പ്രസിഡന്റ് മമ്മു മൗലവി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 6-ാം വാർഷിക സമ്മേളനം ഫറൂഖിൽ നടക്കുന്ന വിവരം എന്നെ അറിയിച്ചു. എന്നിട്ടോ 1860 21-ാം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അറിവോ സമ്മതമോ കൂടാതെ സമ്മേളനം നടത്താൻ പാടില്ല. അതെങ്ങനെയാണ് വക്കീലെ? കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലല്ലോ സമ്മേളനം നടത്തുന്നത്. അത് ഈ വക്കീൽ നോട്ടീസിലുണ്ടല്ലോ. ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ മാർച്ച് 5-ാം തീയതി ഫറൂഖിൽ ഒരു യോഗം നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു, എന്നോട് മമ്മു മൗലവി പറഞ്ഞു എന്നാണ്. അതിനെന്താ ഇപ്പോൾ കുഴപ്പം? പോട്ടെ, ഇയാളെ വെട്ടിത്തം കേൾക്കാം. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു സമ്മേളനം നടത്തുക മൂലം ഉണ്ടോ? സമ്മേളനം നടത്തുന്ന കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാന്ന് ഈ വക്കീൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വക്കീൽ പറയുകയാണ് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു സമ്മേളനം നടത്തുക മൂലം സൊസൈറ്റീസ് രജിസ്ട്രേഷൻ നിയമത്തിൻ്റെ ചട്ടങ്ങൾ നിങ്ങൾ വ്യക്തമായി നിരാകരിക്കുകയും ലംഘിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെ രജിസ്റ്റർ ചെയ്ത സംഘടനയുടേതായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രസ്തുത സംഘത്തെ തർക്കത്തിലേക്ക് കൊണ്ടുവരികയും ഭൗതികവും ധാർമ്മികവുമായ നഷ്ടം വരുത്തുകയുമാണ്. ആയതുകൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആഭിമുഖ്യത്തിൽ നിങ്ങൾ സമ്മേളനം നടത്തരുതെന്നും ഈ നോട്ടീസ് ഉണ്ടായിരിക്കെ നിങ്ങൾ സമ്മേളനം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിലവിൽ സിവിലും ക്രിമിനലുമായ നടപടികൾ എടുക്കുന്നതാണെന്നും നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. അപ്പം എന്താ സംഭവമുണ്ടോ? മീഡിയമാരല്ലേ, അവർക്കൊരു ഓലപ്പടക്കം കണ്ടാൽ ബോംബാന്ന് വിചാരിച്ച് പിന്മാറും എന്നുള്ള എനിക്ക് ഈ വക്കീൽ ഇവര് വക്കീലന്മാരല്ലേ, ഫാൻ്റെ എടുത്തോലല്ലേ എന്നൊക്കെ വിചാരിച്ചൊരു ഓലപ്പാമ്പ് ഇറക്കിയതാണ്. പക്ഷെ ആർക്കായി ഓലപ്പാമ്പ് വരുന്നത്? തെന്നിന്ത്യൻ മുഫ്തിയായി വിരാജിക്കുന്ന അഹമ്മദ് കോയ ഷാരിയാത്തിക്ക ലോകം കണ്ട പണ്ഡിതനാണ്. പിന്നെ മഹാനായ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് സമസ്തൻ്റെ പ്രസിഡന്റ്. പോക്കർ വക്കീലിന് ഒരു പക്ഷേ ഇംഗ്ലീഷ് തപ്പിപ്പിടിച്ചേക്കാരം വായിക്കുക. 7 ഭാഷകൾ ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന പ്രാഗൽഭ്യമുള്ള പണ്ഡിതനാണ് പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിം. ഓരോണ്ടൊപ്പം ഈ കത്തുകൊണ്ടും ഞെട്ടണ്. അവർ ഈ കത്തിനൊരു വിലയും കൽപ്പിച്ചില്ല. ആ വക്കീൽ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യോഗം നടത്തരുതെന്ന് പറയാൻ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് എന്താ അധികാരമുള്ളത്? ഞങ്ങൾ ഇതിന് മുമ്പ് 5 വാർഷിക പൊതുസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇത് 6-ാം സമ്മേളനമാണ്. അതിന് ഒരു വഹാബികളെയും വക്കാലത്ത് നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അത് പുച്ഛത്തോടെ തള്ളുകയും സമ്മേളന നടപടിക്രമങ്ങളുമായി നേതാക്കന്മാർ ബഹുദൂരം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മൾ കൊടുത്ത വക്കീൽ നോട്ടീസ് ഉണ്ടായിട്ട് എങ്ങനെ അവർ സമ്മേളനം നടത്തുക എന്നാണ് ഈ മൗലവിമാർ പറയുന്നത്. അതൊക്കെ സ്റ്റേജിൽ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ മറുപടി പറഞ്ഞു. എന്താ മറുപടിയിലുണ്ടോ? വക്കീലെ,
ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഇതാണ് സമ്മേളനം, അതിൽ നിങ്ങൾ എന്തിനു വിലക്കണം? നിങ്ങളുടെ പേരിൽ ആ കടലാസ് സംഘടനയുടെ പേരിൽ ആര് സമ്മേളനം നടത്തുന്നു? അപ്പം അതുകൊണ്ട് ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഉടക്ക് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ചോദ്യം, അഹമ്മദ് കോയ ഷാരിയാത്തിയുടെ വിശദമായ പ്രസംഗം എല്ലാം അവരുടെ കൂടെ തന്നെ വഹാബികൾ ചരിത്രത്തിൽ പലപ്പോഴും ഇളിഭ്യരായതുപോലെ ഏറ്റവും കൂടുതൽ ദാരുണമായ വിധം ഇളിഭ്യരാവുകയുണ്ടായി. ഈ സമ്മേളനം നേരത്തെ തീരുമാനിച്ച പ്രകാരം തന്നെ നടക്കുകയും സമ്മേളനത്തിൽ 15 പ്രമേയങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. 15 പ്രമേയങ്ങൾ. ഒന്നാമത്തെ പ്രമേയം വായിച്ച് ഇന്ന് നിർത്താം, ബാക്കി പ്രമേയങ്ങൾക്ക് നാം നാളെ തുടരാം. അത്രമാത്രം 15 പ്രമേയം ഇപ്പം നമുക്ക് വായിക്കാൻ കഴിയില്ലല്ലോ. അതിൽ ആദ്യത്തെ പ്രമേയം നമുക്ക് നോക്കാം. 1926 സ്ഥാപിച്ച് ഇതേവരെ ക്രമപ്രകാരം നടത്തിവരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 6ാമത്തെ വാർഷിക യോഗം ഫറോക്കിൽ വെച്ച് ഈ മാർച്ച് 5-ാം തീയതി നടത്തുവാൻ മുൻകൂട്ടി വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുകയും ഫെബ്രുവരി 20-ന് നോട്ടീസ് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു. ശേഷം ഫെബ്രുവരി 25-ന് ഈ സംഘത്തിൻ്റെ സ്ഥിതിക്കും പ്രവൃത്തികൾക്കും വിഘ്നം വരുത്തുവാനും മറ്റും എൻ മമ്മു മൗലവി കൂട്ടുകാരും ചെയ്തിട്ടുള്ള ശ്രമങ്ങളെ ഈ യോഗം വെറുക്കുകയും മേപ്പടി മമ്മു മൗലവിക്ക് വേണ്ടി അഡ്വക്കേറ്റ് KK പോക്കർ അവർ മാർച്ച് 1-ന് ഷിഹാബുദ്ദീൻ അബുസാദത്ത് അഹമ്മദ് കോയ സാരിയാത്തി അവർക്ക് അയച്ച രജിസ്റ്റർ നോട്ടീസിൽ ഈ യോഗം പ്രതിഷേധിക്കുകയും ഈ സംഗതിയിൽ നിയമാനുസൃതം വേണ്ടത് പ്രവർത്തിക്കുവാൻ താഴെ പറയുന്ന കമ്മിറ്റിയെ തെരഞ്ഞെടുത്ത് അധികാരപ്പെടുത്തുകയും ചെയ്തു. ഒരു പ്രമേയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? ഇനി എന്തെങ്കിലും ഇത് സംബന്ധമായ നിയമ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ആ കാര്യങ്ങൾ വേണ്ടത് ചെയ്യാനും ഒരു കമ്മിറ്റിയെ അധികാരപ്പെടുത്തുന്നു. അവതാരകൻ P. കുഞ്ഞുമൊയ്ത് മൗലവി, വാഴക്കാട് ദാറുൽ ഉലൂം മദ്രസ സെക്രട്ടറി. അനുവാദകൻ AP അഹമ്മദ് കുട്ടി മൗലവി, അഥവാ സമസ്തൻ്റെ പ്രസിഡന്റ്, താനൂർ ഇസ്ലാഹുൽ ഉലൂം മദ്രസ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ. ഇതിലുള്ള കമ്മിറ്റി അംഗങ്ങൾ, അതായത് ഈ വക്കീൽ നോട്ടീസ് തള്ളിയെങ്കിലും, നമ്മൾ സമസ്ത തള്ളിയെങ്കിലും ഇതുമായി ഇനി വിവരക്കമ്മികൾ എന്തെങ്കിലും കേസോ കുരുമാലുമായിട്ട് പോവുകയാണെങ്കിൽ അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഈ പ്രമേയം വഴി അറിയിച്ച കമ്മിറ്റി P. കുഞ്ഞുമൊയ്ത് മുസ്ലിയാർ, അമ്പായത്തുങ്കൽ മരക്കയിൽ അബൂബക്കർ കുട്ടി ഹാജി, BK മുഹമ്മദ് മൗലവി കോഴിക്കോട്, PT അബ്ദുള്ള, NM മൊയ്തീൻ കോയ ഹാജി കോഴിക്കോട് എന്നിവരെ ചുമതലപ്പെടുത്തി ഈ പ്രമേയം വഴി. അങ്ങനെ 15 പ്രമേയം ഇതേ പ്രകാരം വായിച്ച് അവതരിപ്പിച്ച് മഹാനായ അഹമ്മദ് കോയ ഷാരിയാത്തിയും പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും മറ്റ് പ്രഗത്ഭരായ പണ്ഡിതന്മാരും പ്രസംഗിച്ച് സമസ്തയുടെ ഇവർ സമസ്തയ്ക്കെതിരെ അയച്ച ഓലപ്പാമ്പ് വെറുതെ അത് അത്രയും പുച്ഛത്തോടു കൂടെ തള്ളുകയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ഈ പേര് വായിക്കപ്പെട്ട മഹാന്മാരെ ചുമതലപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് സമസ്തയുടെ 6ാം വാർഷിക സമ്മേളനം സമാപിച്ചത്. നമ്മുടെ പണ്ഡിതന്മാരുടെ ധീരോദാത്തമായ ഇത്ര എന്തെല്ലാം പ്രവർത്തനം നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നമുക്കത് കേൾക്കാൻ കഴിയും. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ ഈ 15 പ്രമേയത്തിൽ ഒരു പ്രമേയം നമ്മൾ ഇന്ന് വായിച്ചു, ബാക്കി 14 പ്രമേയത്തിൽ കഴിയാവുന്നത് നാളെ വായിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഹഖായ ദീൻ അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ്. ആ ഹഖായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പണ്ഡിത നേതൃത്വമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ 100ാം വാർഷികത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. അല്ലാഹു തആല എല്ലാം ഭംഗിയാക്കി തരട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.